ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തോ പ്രശ്നമുണ്ടല്ലോ. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യുവേ? എന്താ അമ്മച്ചിക്ക് എന്താ പറ്റിയേ? അപ്പൊ നീ ഒന്ന് അറിഞ്ഞില്ല കൊച്ചേ, അമ്മച്ചി ഒരു കുറി ചേർന്നിരുന്നു. കുറിക്കാശ് മേടിക്കാൻ ചെന്നപ്പോഴേ കുറി വെച്ചവള് മുങ്ങി. ഏത് കുറിക്കാരി? ആ ശൃംഗാരി, ആ സുന്ദരി എന്റെ കാശും കൊണ്ടുപോയേ. സുന്ദരി ചേച്ചിയോ? ഞങ്ങൾക്കും കാശ് കിട്ടാനുണ്ട്. എല്ലാവർക്കും കിട്ടാണ്ട് വച്ചേ. കുറി കിട്ടിയവർക്കും പിടിച്ചവർക്കും ഒക്കെ 10 ദിവസത്തിനുള്ളിൽ തിരികെ തരാന്ന് അവള് പറഞ്ഞിരുന്നു. 1-2 അല്ല, ലക്ഷങ്ങളായി ഈ കരയിന്ന് പിരിച്ചോണ്ട് പോയിരിക്കുന്നത്. നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്നത്? ഇനി അന്വേഷിക്കാൻ ഒരു ഇടവില്ല. ഇത് അവളെ അറിഞ്ഞോണ്ട് ചെയ്താ. ഉള്ള കാശും കൊണ്ടുപോയപ്പോ നമ്മളെയൊക്കെ അങ്ങ് കൊല്ലായിരുന്നില്ലേ അവക്ക്? അയ്യോ, അമ്മച്ചി കരയല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടി അവരുടെ വീട്ടിലൊന്ന് പോവാം. കുഞ്ഞുമോളെ, എന്റെ അങ്ങനെ വിട്ടുകൊടുത്തൂടാ. വേഗം വന്നേ. അമ്മച്ചി വന്നേ. കൊണ്ടുപോയി മോളെ. ആദ്യത്തെ ബോട്ടിൽ അവള് കേറി പോകുന്നത് കണ്ടവരുണ്ട്. ആ, വീട് പൂട്ടി ഭദ്രാക്കി അവള് പോയിട്ടുണ്ട്. തുറന്നു നോക്കണം. നമ്മുടെ പൈസയൊക്കെ അതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലോ? നമുക്കെന്താ ബാക്കി പോയി നോക്കാം. ആ, വാ നോക്കാം. ദൈവത്തെ പോലെ വിശ്വസിച്ചോ അമ്മച്ചി എന്നാ എന്നോട് പറഞ്ഞത്. ചതിച്ചു കളഞ്ഞല്ലോ. ഉണ്ണി, എന്താടി? ദേ, ഇത് കണ്ടോ? സുന്ദരി ചേച്ചിയുടെ ഭർത്താവിന്റെ കത്ത കൊച്ചിന്ന് അയച്ചിരിക്കുന്ന. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് നീ ഇങ്ങ് കൊച്ചിയിലേക്ക് പോര്. നമുക്കിനി കൊച്ചി മതിയെന്നാ എഴുതിയിരിക്കുന്ന. അപ്പൊ പോയിരിക്കുന്ന കൊച്ചിയിലേക്കല്ലേ? സോ ഈ നിമിഷം മുതൽ ഇനി അങ്ങോട്ടുള്ള 24 hours എനിക്ക് അലോ ചെയ്ത് തന്നിട്ടുള്ളത്. 24 മണിക്കൂർ പൂർത്തിയാവുമ്പോൾ നമ്മൾ തിരിച്ചെത്തും. Can we? കൃഷ്ണൻ, അവളെ അങ്ങനെ വിടാൻ പാടില്ല. പിടികൂടിയേ പറ്റൂ. നമുക്ക് ആദ്യം പോലീസ് പറഞ്ഞാലോ? പോലീസുകാർ കൈമലർത്തും. എന്തിനാ വിളുമാരുടെ അടുത്ത് കുറി വെക്കാൻ പോയെന്ന് ചോദിക്കും. അതേ ഉണ്ടാവും. പോലീസുകാരെ ചിലപ്പോ അവര് കാശ് കൊടുത്ത് ഒതുക്കും. പക്ഷെ നമ്മളെ ഒതുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്റെ അമ്മയുടെ ഓപ്പറേഷന് കാശ് വേണം. എനിക്ക് അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ കൊച്ചിയിലേക്ക് പോവാൻ തീരുമാനിച്ചു. മോളെ, നീ കാര്യമായിട്ടാണോ പറയുന്നത്? നീ പോവോ? അമ്മച്ചി, എനിക്ക് സുന്ദരിയെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ അമ്മയുടെ ഹൃദയമിടിപ്പ് ആ കാശ്. മോളെ, നീ പോകുന്നെങ്കിൽ പോകാനുള്ള ചെലവെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ പോയി തിരയാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ പൊക്കോളാം. ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ച് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ കൺമുന്നില്. ദൈവം നിന്റെ കൂടെ ഉണ്ടാവും മോളെ. ഞങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, സുന്ദരി ചേച്ചി കുറിക്കാശും കൊണ്ട് മുങ്ങിയതോ, ഞാൻ അവരെ അന്വേഷിച്ചു പോകുന്നതോ അബദ്ധത്തിൽ പോലും ആരും എന്റെ അമ്മയോട് പറഞ്ഞു പോകരുത്. പറഞ്ഞ പിന്നെ എന്റെ അമ്മ ഉണ്ടാവില്ല. ആരും പറയില്ല മോളെ. നീ തേടി പോകുന്നതേ ഒരമ്മയുടെ മാത്രം ചങ്കിടിപ്പല്ല മോളെ.